നമസ്കാരം. യുഎസുമായുള്ള സംഘർഷം രൂക്ഷമാകുന്ന സമയത്ത് ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച നാവിക മൈനുകൾ വൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. യുദ്ധത്തിന് താൽക്കാലിക വിരാമം ആയെങ്കിലും നേരത്തെ സ്ഥാപിച്ച മൈനുകൾ എവിടെയാണെന്ന് കണ്ടെത്തുവാൻ കഴിയാതെ നെട്ടോട്ടം തിരിയുകയാണ് ഇറാൻ. മൈനുകൾ നീക്കം ചെയ്യാനുള്ള സാങ്കേതിക ശേഷി സൈന്യത്തിനില്ലെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന പാതയിലാണ് ഈ മൈനുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. യുദ്ധത്തിനിടെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനായി ഹോർമൂസ് കടലിടുക്കിൽ നിക്ഷേപിച്ച കടൽ മൈനുകൾ എവിടെയാണെന്ന് കണ്ടെത്താനാകാതെ ഇറാൻ കുഴയുകയാണ്. ഇറാൻ തന്നെ വരുത്തിവെച്ച ഈ വിന കാരണം കടലിടുക്ക് പൂർണ്ണമായും തുറന്നു നൽകാൻ അവർക്ക് സാധിക്കുന്നില്ലെന്ന് US ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന ഈ സുപ്രധാന പാത എത്രയും വേഗം തുറന്നു നൽകണമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കെ ഇസ്ലാമാബാദിൽ USുമായി നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളെ ഈ സാഹചര്യം പ്രതിസന്ധിയിലാക്കിയേക്കാം. ആണവ ചർച്ചകൾ വഴിമുട്ടിയതിനെ തുടർന്ന് ഇറാൻ വീണ്ടും ആണവ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെന്നാരോപിച്ച് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയാണ് കഴിഞ്ഞ മാസം ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഇറാൻ ഹോർമൂസിൽ മൈനുകൾ വിന്യസിച്ചത്. എന്നാൽ ഈ മൈനുകൾ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചതെന്ന കൃത്യമായ രേഖകൾ ഇറാന്റെ പക്കലുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇറാൻ രേഖപ്പെടുത്തിയ ചില മൈനുകൾ പോലും ഒഴുക്കിനനുസരിച്ച് സ്ഥാനചലനം സംഭവിക്കുന്ന രീതിയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇത് അവ എവിടെയെന്ന് കണ്ടെത്തുവാൻ കൂടുതൽ ദുഷ്കരമാക്കുന്നു. പേർഷ്യൻ ഉൾക്കടലിനെ ഒമാൻ ഉൾക്കടലുമായും അറബിക്കടലുമായും ബന്ധിപ്പിക്കുന്ന ഹോർമൂസ് പാത ലോകത്തിന്റെ 25% എണ്ണ കൈമാറ്റം ചെയ്യുന്ന സാക്ഷ്യം വഹിക്കുന്ന സുപ്രധാന റൂട്ടാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ ഇറക്കുമതിയുടെ 80% ഈ പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ മൈനുകളിൽ ഇടിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എങ്കിലും ടോൾ നൽകുന്ന കപ്പലുകൾക്കായി മറ്റൊരു ചെറിയ പാത അവർ തുറന്നു കൊടുത്തിരുന്നു. ഈ ആഴ്ച ആദ്യം ട്രംപ് നൽകിയ സമയപരിധി അവസാനിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് അമേരിക്കയുമായി വെടിനിർത്തലിന് ഇറാൻ തയ്യാറാവുകയും ഹോർമൂസ് പൂർണ്ണമായും തുറന്നു നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മൈനുകൾ നീക്കം ചെയ്യുന്നതിലെ സാങ്കേതിക തടസ്സം കാരണം പ്രധാന പാതയിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി കപ്പലുകൾക്കായി ഇറാൻ ഇപ്പോൾ ബദൽ പാതകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഉദ്ദേശിക്കുന്ന എല്ലാ കപ്പലുകളും സമുദ്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനും മൈനുകളുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിനുമായി ബദൽ പാതയിലൂടെയാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. കടലിടുക്കിലൂടെ പ്രവേശിക്കുവാനും പുറത്തിറക്കാനുമുള്ള പുതിയ നിർദ്ദേശങ്ങൾ ഇറാൻ പുറത്തുവിട്ടിട്ടുണ്ട്. തങ്ങൾ തന്നെ വിന്യസിച്ച സ്ഫോടന വസ്തുക്കൾ എവിടെയെന്ന് കണ്ടെത്താനോ അവ നീക്കം ചെയ്യാനോ ഉള്ള സാങ്കേതിക ശേഷി ഇറാൻ സൈന്യത്തിന് ഇല്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. മൈനുകൾ നീക്കം ചെയ്യാനുള്ള ആധുനിക സംവിധാനങ്ങളും അഭാവം മൂലം കടലിടുക്ക് വഴിയുള്ള ഗതാഗതം പുനഃസ്ഥാപിക്കുന്നത് അനിശ്ചിതത്വത്തിലായേക്കുകയാണ്. കഴിഞ്ഞ മാസം അമേരിക്കയുമായും ഇസ്രായേലുമായും സംഘർഷം നിലനിന്ന സമയത്ത് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഇറാൻ കടലിൽ മൈനുകൾ വിതറുകയായിരുന്നു. എന്നാൽ ഇവ എവിടെയൊക്കെയാണ് സ്ഥാപിച്ചതെന്ന കൃത്യമായ രേഖകൾ ഇറാൻ സൈന്യത്തിന്റെ പക്കലില്ല. കൂടാതെ കടലിൽ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മൈനുകൾ അവ സ്ഥാപിച്ച സ്ഥാനത്ത് നിന്ന് മാറാനും സാധ്യതയുണ്ട്. ഇത് മൈനുകൾ കണ്ടെത്തുന്നത് കൂടുതൽ ദുഷ്കരമാക്കുന്നുണ്ട്. മൈനുകൾ സുരക്ഷിതമായി നീക്കം ചെയ്യാനുള്ള ആധുനിക കപ്പലുകളോ സാങ്കേതിക വിദ്യയോ ഇറാൻ നാവികസേനയ്ക്ക് നിലവിൽ ലഭ്യമല്ല. ചരക്ക് കപ്പലുകൾക്ക് മൈൻ ഭീഷണി നിലനിൽക്കുന്നതിനാൽ ഈ പാതയിലൂടെയുള്ള സഞ്ചാരം അപകടകരമാണ്. നിലവിൽ നിശ്ചിത പാതകളിലൂടെ മാത്രം പരിമിതമായ രീതിയിലാണ് കപ്പലുകൾ കടത്തിവിടുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ അന്ത്യശാസനം ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കുക എന്നതായിരുന്നു. എന്നാൽ മൈനുകൾ കാരണം ഗതാഗതം തടസ്സപ്പെടുന്നത് കരാർ ലംഘനമായി അമേരിക്ക വ്യാഖ്യാനിച്ചേക്കാം. ഇത് ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളെ പ്രതികൂലമായി ബാധിക്കും. ഇറാൻ മനഃപൂർവ്വം ചതിക്കുകയാണെന്ന് ട്രംപ് ആരോപിക്കുകയും ചെയ്താൽ വീണ്ടും യുദ്ധത്തിലേക്കോ ശക്തമായ ഉപരോധത്തിലേക്കോ കാര്യങ്ങൾ നീങ്ങാം. തങ്ങൾ സ്ഥാപിച്ച മൈനുകൾ എവിടെയൊക്കെയാണെന്ന് തങ്ങൾക്ക് അറിയില്ല എന്ന് പറയുന്നത് ഒരു സൈനിക ശക്തി എന്ന നിലയിൽ ഇറാന്റെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. ഇത് ഇറാന്റെ സൈനിക ആസൂത്രണത്തിന്റെ പോരായ്മയായി ലോകരാജ്യങ്ങൾ കാണും. സമാധാന ചർച്ചകളിലെ ഇറാന്റെ വിലപേശൽ ശേഷിയും ഇതിലൂടെ കുറയും. സുരക്ഷിതമായ പാതയിലൂടെ പോകുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ ടോൾ പിരിക്കുന്നത് നേരത്തെ തന്നെ വിവാദമായിരുന്നു. ഇപ്പോൾ പ്രധാന പാതയിൽ മൈൻ ഭീഷണിയിലാണെന്ന് പറഞ്ഞ് ബദൽ പാതകൾ നിർദ്ദേശിക്കുന്നത് ടോൾ പിരിവ് തുടരാനുള്ള ഇറാന്റെ തന്ത്രമാണെന്നും അമേരിക്കയും സഖ്യകക്ഷികളും ആരോപിക്കുന്നുണ്ട്. ഇത് ഇറാനെ കൂടുതൽ സാമ്പത്തിക ഉപരോധത്തിലേക്ക് നയിച്ചേക്കാം. ഇന്ത്യയുടെ ഊർജ്ജ ഇറക്കുമതിയുടെ 80% ഈ പാതയിലൂടെയാണ് പോകുന്നത്. കപ്പലുകൾക്ക് ഇൻഷുറൻസ് തുക വർദ്ധിപ്പിക്കുവാനും എണ്ണവില കുതിച്ചുയരാനും ഈ അനിശ്ചിതാവസ്ഥ കാരണമാകും. ഇത് ഇറാന്റെ സൗഹൃദ രാജ്യങ്ങളെ പോലും അവർക്കെതിരെ തിരിക്കുവാൻ കാരണമായേക്കാം. മൈനുകൾ നീക്കം ചെയ്യുവാൻ ഇറാൻ പരാജയപ്പെട്ടാൽ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ കണക്കിലെടുത്ത് അമേരിക്കൻ നാവികസേന നേരിട്ട് ഹോർമൂസ് കടലിടുക്കിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. ഇത് ഇറാന്റെ കടൽ അതിർത്തിയിലെ പരമാധികാരത്തിന് ഭീഷണിയാവുകയും സംഘർഷം വീണ്ടും വഷളാവുകയും ചെയ്യും. സ്വന്തം പ്രതിരോധത്തിനായി വിരിച്ച മൈനുകൾ ഇപ്പോൾ ഇറാന്റെ തന്നെ കഴുത്തിലെ കുരുക്കായി മാറിയിരിക്കുകയാണ്. ഇത് നയതന്ത്രപരമായി അവരെ വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിടുന്നത്.
ഇതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നത് കടലിലെ മൈനുകൾ സാധാരണയായി ഒരിടത്ത് ഉറച്ചു നിർത്തുന്നു എന്നതാണ്. എന്നാൽ ഇറാൻ സ്ഥാപിച്ച പല മൈനുകളും വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് ചലിക്കുന്നവയോ അല്ലെങ്കിൽ കെട്ടുകൾ പൊട്ടിച്ച് സ്ഥാനം മാറുന്നവയോ ആണ്. ഇത് കപ്പൽ ചാലുകളിൽ എവിടെ വേണമെങ്കിലും ബോംബുകൾ എത്താം എന്ന സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട്. ഉപഗ്രഹങ്ങൾക്കോ ഡ്രോണുകൾക്കോ കടലിനടിയിലുള്ള ഇത്തരം വസ്തുക്കളെ എളുപ്പത്തിൽ കണ്ടെത്തുവാൻ കഴിയില്ല. ലോകത്തിലെ മൊത്തം എണ്ണ വിതരണത്തിന്റെ ഏകദേശം 25% കടന്നു പോകുന്നത് ഈ ചെറിയൊരു കടലിടുക്കിലൂടെയാണ്. ഒരു ചെറിയ ചരക്ക് കപ്പലോ എണ്ണക്കപ്പലോ മൈനിൽ തട്ടി തകർന്നാൽ ആ വാർത്ത മതി ആഗോള വിപണിയിലെ എണ്ണവില കുതിച്ചുയരാൻ. ഇത് ലോകമെമ്പാടും കുത്തനെ സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകും. കടലിടുക്കിൽ മൈനുകൾ ഉണ്ടെന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായി അറിയിച്ചതോടെ ആ വഴി കടന്നു പോകുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പ്രീമിയം ഭീമമായി വർദ്ധിക്കും. പല കപ്പൽ കമ്പനികളും ഈ അപകടം ഭയന്ന് ചരക്ക് നീക്കം വരെ നിർത്തിയേക്കാം. ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഒരു വഴിവെക്കും. ലക്ഷക്കണക്കിന് ലിറ്റർ എണ്ണയുമായി പോകുന്ന ഒരു സൂപ്പർ ടാങ്കർ മൈനിൽ തട്ടി തകർന്നാലുണ്ടാകുന്ന പ്രത്യാഘാതം ഭീമമായിരിക്കും. കടലിൽ എണ്ണ പരക്കുന്നത് സമുദ്രജീവികളുടെ വംശനാശത്തിനും തീരദേശത്തെ പരിസ്ഥിതി നാശത്തിനും കാരണമായേക്കാം. ഈ എണ്ണ നീക്കം ചെയ്യുന്നത് എന്നത് വർഷങ്ങൾ നീളുന്ന പ്രയത്നമായി മാറും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ നിലനിൽക്കുന്നത് ഹോർമോസ് തുറക്കാം എന്ന കരാറിലാണ്. എന്നാൽ മൈനുകൾ കാരണം കപ്പലുകൾ അപകടത്തിൽപ്പെടുകയോ പാതകൾ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇറാൻ മനഃപൂർവ്വം ചതിക്കുകയാണെന്ന് അമേരിക്ക കരുതും. ഇത് സമാധാന ചർച്ചകൾ തകരാനും ഡൊണാൾഡ് ട്രംപ് വീണ്ടും ഇറാന് നേരെ സൈനിക നീക്കം നടത്തുവാനും കാരണമായേക്കാം. നമ്മുടെ ഇന്ധന ഇറക്കുമതിയുടെ 80% ഈ വഴിയിലൂടെയാണ് പോകുന്നത്. ഹോർമൂസിൽ ഒരു ചെറിയ അപകടം നടന്നാൽ പോലും ഇന്ത്യയുടെ പെട്രോൾ, ഡീസൽ വിലയും അനുബന്ധ സാധനങ്ങളുടെ വിലയും നിയന്ത്രണാതീതമായി ഉയരും. അതുകൊണ്ട് തന്നെ ഈ മൈൻ കുരുക്ക് ഇറാന്റെ മാത്രം പ്രശ്നമല്ല, മറിച്ച് ലോകത്തിന്റെ മുഴുവൻ സുരക്ഷയെ ബാധിക്കുന്ന ഒന്നാണ്. ഹോർമൂസ് കടലിടുക്കിലെ മൈൻ പ്രതിസന്ധി പരിഹരിക്കുന്നത് എന്നത് സൈനികമായും നയതന്ത്രപരമായും അതീവ സങ്കീർണമായ ഒരു ദൗത്യമാണ്. ഇറാന് ഒറ്റയ്ക്ക് ഈ മൈനുകൾ കണ്ടെത്തുവാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും ആധുനികമായ മൈൻ സ്ലീപ്പിംഗ് സംവിധാനമുള്ള അമേരിക്കൻ നാവികസേനയുടെ സഹായം തേടേണ്ടി വരും. ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ കണ്ടെത്തുവാൻ ഇറാന് നിലവിൽ പരിമിതികൾ ഉള്ളതിനാൽ അത്യാധുനികമായ മൈൻ സ്ലീപ്പിംഗ് സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാങ്കേതിക പരിഹാരം. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ മൈൻ സ്ലീപ്പിംഗ് സാങ്കേതിക വിദ്യയുള്ള അമേരിക്കൻ നാവികസേനയുടെ സഹായം ഇതിനായി തേടേണ്ടി വരും. കടലിനടിയിലെ വസ്തുക്കളെ ശബ്ദ തരംഗങ്ങൾ ഉപയോഗിച്ച് കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന സോണാർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിടുക്കുകളുടെ ഓരോ ഭാഗവും അരിച്ചു പെറുക്കാനാകും. കൂടാതെ മനുഷ്യജീവികൾക്ക് ഭീഷണിയില്ലാത്ത രീതിയിൽ സമുദ്രത്തിനടിയിൽ തിരച്ചിൽ നടത്തുവാൻ ശേഷിയുള്ള സ്വയം നിയന്ത്രിത അണ്ടർ വാട്ടർ ഡ്രോണുകൾ വിന്യസിക്കുന്നത് ദൗത്യം വേഗത്തിലാക്കാൻ സഹായിക്കും. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ ഒരു രാജ്യത്തിന്റെ മാത്രം ബാധ്യതയായി കാണാതെ ലോകരാജ്യങ്ങളുടെ കൂട്ടായ ഉത്തരവാദിത്തമായി മാറ്റുക എന്നതാണ് മറ്റൊരു രാഷ്ട്രീയ പരിഹാരം. ഇതിനായി ഐക്യരാഷ്ട്രസഭയുടെയോ അല്ലെങ്കിൽ ഇന്ത്യ, ചൈന തുടങ്ങിയ പ്രമുഖ രാജ്യങ്ങളുടെയോ പങ്കാളിത്തത്തോടെ ഒരു ഇന്റർനാഷണൽ മാരിടൈം ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കാവുന്നതാണ്. ഇത്തരം ഒരു സംയുക്ത സേനയുടെ മേൽനോട്ടത്തിൽ കപ്പലുകൾക്ക് സൈനിക അകമ്പടി നൽകുന്നത് മൈനുകളുമായുള്ള കൂട്ടിയിടി ഒഴിവാക്കാനും കപ്പൽ സൈനികരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും സഹായിക്കും. മൈനുകൾ നീക്കം ചെയ്യുന്ന ദൗത്യം വിജയകരമാകാൻ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ രഹസ്യാന്വേഷണ സഹകരണം ആവശ്യമാണ്. മൈനുകൾ നിക്ഷേപിച്ച കൃത്യമായ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും മാപ്പുകളും ഇറാന്റെ പക്കലുണ്ടാകും. തങ്ങളുടെ പക്കലുള്ള ഈ സൈനിക രഹസ്യങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾക്കോ അമേരിക്കൻ നാവികസേനയ്ക്കോ കൈമാറാൻ ഇറാൻ തയ്യാറാകണം. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന സമാധാന ചർച്ചകളിൽ ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഇറാന്റെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുവാനും അവർക്കുമേലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം കുറയ്ക്കുവാനും കാരണമായേക്കാം. കടലിടുക്കിലെ അപകട സാധ്യത പൂർണ്ണമായും മാറുന്നതുവരെ ബദൽ എണ്ണപ്പാതകൾ പ്രയോജനപ്പെടുത്തി ആഗോള എണ്ണ വിപണിയെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്തും. പേർഷ്യൻ ഉൾക്കടലിലൂടെ പോകുന്നതിന് പകരം സൗദി അറേബ്യയുടെ കരമാർഗമുള്ള പൈപ്പ് ലൈനുകൾ വഴി ചെങ്കടലിലേക്ക് എണ്ണ എത്തിക്കാവുന്നതാണ്. അതുപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലെ ഹബ്ഷാം ഫുജൈറ പൈപ്പ് ലൈൻ വഴി ഹോർമൂസ് കടലിടുക്കിനെ പൂർണ്ണമായും മറികടന്ന് നേരിട്ട് ഒമാൻ ഉൾക്കടലിലേക്ക് ഇന്ധനം എത്തിക്കാനുള്ള സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുന്നുണ്ട്. ചുരുക്കത്തിൽ സാങ്കേതികമായ തിരച്ചിലുകളേക്കാൾ ഉപരിയായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള രാഷ്ട്രീയമായ വിട്ടുവീഴ്ചകളാണ് ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ ആവശ്യം. യുദ്ധഭീഷണി പൂർണ്ണമായും ഒഴിവാക്കി ഒരു സംയുക്ത ക്ലീനിംഗ് ദൗത്യം ആരംഭിച്ചാൽ മാത്രമേ ലോകത്തിലെ ഏറ്റവും സുപ്രധാനമായ ഈ ജലപാത പഴയതുപോലെ സുരക്ഷിതമാവുകയുള്ളൂ. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.